2018 മഹാപ്രളയത്തിൽ നെന്മാറ ചേരുങ്കാട് നടന്ന ഉരുൾപൊട്ടലിൽ 10 പേർ മരണപ്പെട്ട ദാരുണ സംഭവം. കണ്ണീർ ഓർമ്മകളുടെ 8 വർഷം. ദുരന്തം നടന്ന ചേരുംകാട്ടിൽ CPM നെന്മാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്മൃതി ദിനത്തിൽ അനുശോചന പ്രസംഗം നടത്തി. പരിപാടിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു, K. പ്രേമൻ MLA, നെന്മാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉഷ രവീന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നാരായണൻ, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്ധി സുനിൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ, TK പത്മനാഭൻ, ഷെരീഫ്, മനു, നാട്ടുകാരനായ പൊന്നു, CPM കൊടുവാൾപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ആ പുലർച്ചെയുണ്ടായ അനുഭവം ഏറ്റവും കൂടുതൽ വെള്ളക്കെടുതിയിലേക്ക് മാറിയ എലൂരിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനിടയിൽ 5:30 കഴിഞ്ഞ് 6 മണിയാവുമ്പോഴാണ് പോലീസിനെ വിളിച്ചപ്പോൾ ഇവിടെ ഒരു അപകടമുണ്ടായി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും ഓടിയെത്തുന്ന സമയത്താണ് ആദ്യമായി അഖില എന്ന് പറയുന്ന കുട്ടിയെയാണ് നമുക്കിവിടെ സംരക്ഷിക്കാൻ പറ്റിയത്. അതിനുശേഷം ആ പ്രളയം അല്ലെങ്കിൽ ഇവിടെ 3 വീടുകളിൽ നിന്നായി 10 പേരാണ് മരണപ്പെട്ടത്. 3 ദിവസം കഴിഞ്ഞാണ് 28 ദിവസമായ കൊച്ചു കുഞ്ഞിനെയും അമ്മയെയും ഈ പ്രദേശത്തു നിന്ന് നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ദുരിതങ്ങളും ദുരന്തങ്ങളും വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും നമ്മളോടൊപ്പം ജീവിച്ചിരിക്കേണ്ട പ്രിയപ്പെട്ട ഗംഗാധരേട്ടൻ, സുഭദ്ര ചേച്ചി, ആതിര, ആര്യ, സുധീർ, അഭിജിത്ത്, അനിയ, അത്തിർ, അരവിന്ദ്, ആതിരയുടെ കുഞ്ഞ്, പേര് പോലും ഇടാത്ത കുഞ്ഞുൾപ്പെടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളോടൊപ്പം ജീവിക്കേണ്ട നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ കുടുംബക്കാർ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നുള്ള അവർക്കിനി മറ്റൊന്നും തന്നെ നമുക്ക് നൽകാൻ കഴിയില്ലെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു സ്മരണാഞ്ജലി, ആദരാഞ്ജലികൾ അർപ്പിച്ച് ഒത്തുകൂടുക എന്ന മനുഷ്യത്വപരമായ കർമ്മം മാത്രമാണ് നമ്മളിവിടെ നടത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.